Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. പോത്തുകൽ ഭൂതാനം കവളപ്പാറ ഇരുൾക്കുന്നിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനക്ക് വനം വകുപ്പ് ജീവനക്കാർ ചികിത്സ നൽകി തുടങ്ങി. ഭക്ഷ്യവസ്തുക്കളിൽ മരുന്ന് വെച്ചാണ് ആനക്ക് നൽകുന്നത്. ഇതിൽ ആദ്യഘട്ടം ബുധനാഴ്ച നൽകിയതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 2-3 ഘട്ടങ്ങൾ വെള്ളിയാഴ്ചയും നൽകി. കൈതച്ചക്ക, ചക്ക എന്നിവയിൽ മരുന്നുകൾ വെച്ച് അവശനായ ആനയുടെ അടുത്തെത്തിക്കുകയാണ് വനം ജീവനക്കാർ ചെയ്യുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആന ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുമ്പോൾ മരുന്നും അകത്ത് ചെല്ലും. ഒരാഴ്ച മുൻപാണ് കവളപ്പാറ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന കൃഷിയിടങ്ങളിലും വനാതിർത്തിയിലും പിൻകാലിന് പരിക്കേറ്റ നിലയിൽ കൊമ്പനാനയെ വനം ജീവനക്കാർ കണ്ടെത്തിയത്. മയക്കുവെടിവെച്ച് ചികിത്സ നൽകാനുള്ള തീരുമാനത്തിലായിരുന്നു വനം വകുപ്പ്. ഇതിനായി വനം വെറ്ററിനറി സർജൻ അരുൺ സത്യന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരാഴ്ചയായി ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടെ ചികിത്സ നൽകാനുള്ള ശ്രമത്തിനിടെ ആന സംഘത്തിന് നേരെ തിരിയുകയും ഭയന്നോടുന്നതിനിടെ വെള്ളിമുറ്റം സ്വദേശിയായ താൽക്കാലിക വാച്ചർ തോമസിന് വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 10 ദിവസത്തോളമായി ആന അവിടെ ഒരു ഇരട്ടി പോസ്റ്റ് തള്ളിയിട്ട് പിന്നെ പോസ്റ്റ് കൊണ്ടിട്ടാണ് ഇതിന് പരിക്കേറ്റെന്ന് തോന്നുന്നത്. വാലിൻ്റെ മുറിവൊക്കെ ഇങ്ങനെ കാണുന്നത്. പിന്നെ പുറശ്ശേരി എല്ലാ ദിവസവും തന്നെ അവർ വരുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്. ഇന്നിപ്പം മരുന്നൊക്കെ അവർ ചക്കക്കുള്ളിലൊക്കെ ആക്കിയിട്ട് എറിഞ്ഞിട്ട് കൊടുത്തായിരുന്നു. അത് കുറേ തിന്നു, കുറേ തുപ്പിക്കളഞ്ഞു. അങ്ങനെ കുറച്ചൊക്കെ മരുന്ന് അതിനുള്ളിൽ കയറിയിട്ടുണ്ട്. ചക്കയ്ക്ക് അത് പൈനാപ്പിൾ കൊടുത്തു, പൈനാപ്പിൾ എടുത്തില്ല, കഴിച്ചൊന്നുമില്ല. പിന്നെ അവർ ചക്കക്കുള്ളിലാക്കി, ചക്ക കൊടുത്ത് ഇറക്കിയിട്ട് രാവിലെ ഒരു 7 മണിക്കൂടെ വന്നതാണ്. അവരോടുള്ള ചക്ക എല്ലാം ആയിട്ട് അത് കൊടുത്തു. അപ്പോൾ അത് ഇറക്കി കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ പീസാക്കി അതിൻ്റെ ഉള്ളിൽ മരുന്ന് വെച്ചിട്ട് അവരിട്ട് കൊടുത്തു. അപ്പോൾ ആദ്യം കാണുന്നേക്കാളും കുറച്ചൊരു നടക്കാൻ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം അങ്ങനെ ഇത് ചെയ്യുന്നൊന്നുമില്ല, ശല്യം ചെയ്യുന്നൊന്നുമില്ല, ആകാരത്തിൽ ഓടി വരുന്നൊന്നുമില്ല, തിരിഞ്ഞു നിൽക്കും. പിന്നെ മണത്തോളം മറ്റേ ആകാരത്തിൽ ചാടി വരികയാണ്. അപ്പം അത് കുഴപ്പമൊന്നുമില്ല, തിന്ന് പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ പോകുന്നുണ്ട്. പശുക്കുട്ടികളൊക്കെ അടുത്ത് ചെന്നപ്പോൾ അതൊന്നും ശല്യം ചെയ്യുന്നില്ല. അതങ്ങനെ എന്ത് ചെയ്തു, വനംവകുപ്പ് ഒന്ന് ചക്ക ഇട്ട് കൊടുത്തു. അത് ചക്ക ഇട്ട് ക്ലിയർ ആക്കി ഇപ്പം ഇറങ്ങിപ്പോയുള്ളവർ. പിന്നെ രാവിലെ വരും, എല്ലാ ദിവസവും അവർ എൻ്റെ പുറയിലുണ്ട്. ഡോക്ടർമാരും വരുന്നുണ്ട്. വനം ജീവനക്കാരനായ വിജേന്ദ്രകുമാർ, സനോജ്, സുനിൽ, വാച്ചർമാരായ ബിജു, പ്രദീപ്, മത്തായിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് വെള്ളിയാഴ്ച ആനക്ക് മരുന്നുകൾ നൽകിയത്. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ തെങ്ങ് മറിച്ചിട്ടപ്പോൾ സമീപമുള്ള വൈദ്യുതി തൂൺ പിൻകാലിൽ വീണാണ് ആനക്ക് പരിക്കേറ്റത്. ഈസ്റ്റ് ലൈവ്, എടക്കര.